PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഓക്കെ, ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 10ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ലോക വനവിസ്തൃതിയിൽ ഇന്ത്യക്ക് 10ാം സ്ഥാനമാണ് ഉള്ളത്. ഇനി ലോക വനവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വനവിസ്തൃതി എന്ന് ചോദിച്ചാൽ 2%. ഓക്കെ, ലോക വനവിസ്തൃതിയുടെ 2% മാത്രമാണ് ഇന്ത്യയുടെ വനവിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ വനവിസ്തൃതി എത്രയാണ്? 24.56% എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലവിലുള്ള വനവിസ്തൃതി എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിലെ വനവിസ്തൃതിയുടെ 10ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 2%. 24.56% ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിലവിലുള്ള വനവിസ്തൃതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് എന്താണ് വനവും വനവിഭവങ്ങളും എന്ന് പറയുമ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഹരിയാനയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശും ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ഇനി ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് മിസോറാം ആണ്. മിസോറാം. ഓക്കെ, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മിസോറാം ആണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനമായ ഹരിയാന തന്നെയാണ് ശതമാനാടിസ്ഥാനത്തിലും ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം. ഓക്കെ ആണല്ലോ. അപ്പോൾ കൂടുതലുള്ള കേസ് മാത്രം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് എന്താണ്? മിസോറാം ആണ്. ഇനി ഏറ്റവും കുറവ് വനപ്രദേശമുള്ളത് ഹരിയാന, ശതമാനാടിസ്ഥാനത്തിലും ഏറ്റവും കുറവ് വനപ്രദേശമുള്ളത് ഹരിയാന തന്നെയാണ്. ഓക്കെ ആണല്ലോ. ദെൻ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം, വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഏറ്റവും കൂടുതൽ എന്താണ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം. ഇനി കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഏതാണ്? അത് ചണ്ഡീഗഡ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരും ഏറ്റവും കുറവ് വനപ്രദേശമുള്ള അല്ലെങ്കിൽ വനവിസ്തൃതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ആണ്. ഇനി ശതമാനാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിലോ, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ലക്ഷദ്വീപിലാണ്. ദെൻ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ളത്
ലഡാക്കിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ശതമാനാടിസ്ഥാനത്തിൽ ലക്ഷദ്വീപ് കൂടുതൽ, കുറവ് ഏതിനാണ്? ലഡാക്കാണ്. അപ്പൊ അല്ലെ, അങ്ങനെ ഓർത്തിരിക്കുക. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരും കുറവുള്ളത് ചണ്ഡീഗഡുമാണ്. ഇനി വനവും വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ വന നിയമം. ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് 1927 ഓക്കെ, ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് 1927 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972 27 തിരിച്ചിട്ടാൽ മതി അല്ലെ. അപ്പൊ ഇന്ത്യൻ വന നിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 1972, 27 തിരിച്ചിടുക, 72. ഈ ഓർഡറിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറിപ്പോവില്ല. ദെൻ പ്രോജക്ട് ടൈഗർ നിലവിൽ വന്നത് 72 കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു, 73 ഓക്കെ. ഇന്ത്യൻ വന നിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 72, പ്രോജക്ട് ടൈഗർ 73. ദെൻ വന സംരക്ഷണ നിയമം 1980 എന്ത് വന സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ദെൻ കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വരുന്നത് 1985 വനസംരക്ഷണ നിയമം 80, കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 85 ഓക്കെ. ദെൻ പ്രോജക്ട് എലിഫന്റ് നിലവിൽ വരുന്നത് 1992 ഓക്കെ ആണല്ലോ. പ്രോജക്ട് എലിഫന്റ് നിലവിൽ വരുന്നത് 92 1992. സൈനോ ലെപ്പേർഡ് പ്രൊജക്ട് നിലവിൽ വരുന്നത് 2009. പ്രോജക്ട് റൈനോ നിലവിൽ വരുന്നത് 2011 ഓക്കെ. അപ്പൊ ഇത്രയും നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. അതിൽ ഇന്ത്യൻ വന നിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 1972, പ്രോജക്ട് ടൈഗർ 1973, ദെൻ ഏതാണ് വന സംരക്ഷണ നിയമം 1980, കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം 1985, പ്രോജക്ട് എലിഫന്റ് 92, ദെൻ സൈനോ ലെപ്പേർഡ് പ്രൊജക്ട് 2009, റൈനോ അല്ലെ പ്രോജക്ട് റൈനോ 2011 നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും നിയമങ്ങൾ പഠിച്ചിരിക്കണം. നമ്മളിപ്പോൾ കുറേ നിയമങ്ങൾ പഠിച്ചു അല്ലെ, വനവും വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിച്ചു. ഇനി ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വന മഹോത്സവം. എന്താണ്? ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വന മഹോത്സവം. ഈ വന മഹോത്സവം ആഘോഷിക്കുന്നത് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലാണ്. ഓക്കെ, ജൂലൈയിലെ ആദ്യ ആഴ്ചയിലാണ് എന്താഘോഷിക്കുക? വന മഹോത്സവം. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതിയാണ് വനമഹോത്സവം. വനമഹോത്സവം ആചരിക്കുന്നത് ജൂലൈയിലെ ആദ്യത്തെ ആഴ്ചയിലാണ്. ഈ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് KM മുൻഷി. ഓക്കെ, വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആര്, അല്ലെങ്കിൽ വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? KM മുൻഷിയാണ്. ഓക്കെ, വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ്. വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? KM മുൻഷി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഈ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച ആദ്യത്തെ സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിലാണ് വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വനമഹോത്സവവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വനമഹോത്സവം. വനമഹോത്സവം ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂലൈയിലെ ആദ്യത്തെ ആഴ്ചയിലാണ് വനമഹോത്സവം ആഘോഷിക്കുന്നത്. KM മുൻഷിയാണ് വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി. അതുപോലെ തന്നെ വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? KM മുൻഷി തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്തിലാണ് വനമഹോത്സവത്തിന് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്. ഇനി വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്
ഡെറാഡൂണിലാണ്. ഓക്കെ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അതുപോലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാലും എവിടെയാണ്? ഡെറാഡൂണിൽ തന്നെയാണ്. ഓക്കെ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? ഡെറാഡൂണിൽ തന്നെയാണ്. ഇനി വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത്. ഓക്കെ, വനവും അതുപോലെ തന്നെ വന്യജീവികളെയും സംബന്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാലും അതും ഡെറാഡൂണിൽ തന്നെയാണ്. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത് എന്താണ്? വനം അതുപോലെ തന്നെ വന്യജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? നമ്മൾ പഠിച്ചു വനവും വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ലോക വനവിസ്തൃതിയുടെ ഇന്ത്യയുടെ സ്ഥാനം പഠിച്ചു അല്ലെ. ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. ലോക വനവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വനവിസ്തൃതി? 2%. നിലവിലുള്ള ഇന്ത്യയുടെ വനവിസ്തൃതി 24.56% പഠിച്ചു. അതുപോലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്, ഏറ്റവും കുറവ് വനപ്രദേശമുള്ളത് നമ്മൾ പഠിച്ചു ഹരിയാന അല്ലെ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മിസോറാം, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവുള്ളത് എവിടെയായിരുന്നു? ഹരിയാനയിൽ തന്നെയാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? പിന്നെ നമ്മൾ വനവും വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ പഠിച്ചു അല്ലെ. ഇന്ത്യൻ വന നിയമം പഠിച്ചു, അതുപോലെ പ്രോജക്റ്റ് എലിഫന്റ്, പ്രോജക്റ്റ് ടൈഗർ പഠിച്ചു, വന്യജീവി സംരക്ഷണ നിയമം പഠിച്ചു, പ്രോജക്റ്റ് റൈനോ പഠിച്ചു. അങ്ങനെയുള്ള കുറേ നിയമങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ വന മഹോത്സവം എന്താണെന്ന് പഠിച്ചു അല്ലെ. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതിയാണ് വനമഹോത്സവം. വനമഹോത്സവം ജൂലൈയിലെ ആദ്യത്തെ ആഴ്ചയിലാണ് ആഘോഷിക്കുന്നത്. വനമഹോത്സവം തുടക്കം കുറിച്ച വ്യക്തി KM മുൻഷി. വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും KM മുൻഷിയാണ്. ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം നമ്മൾ പഠിച്ചു എന്താണ്? ഗുജറാത്തിലാണ് വനമഹോത്സവം ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് എന്നും പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് എന്ത്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പഠിച്ചു അല്ലെ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പഠിച്ചു. ദെൻ എന്താണ്? വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്താണ്? അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ ആണല്ലോ. എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വെച്ചാൽ, അതായത് പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ വളർന്നു വരുന്ന, അതായത് നമ്മൾ എന്താണ് മനുഷ്യരെ നട്ടുപിടിപ്പിക്കാത്ത പ്രകൃതിയാൽ തന്നെ വളർന്നു വരുന്ന സസ്യജാലങ്ങളില്ലേ, അങ്ങനെയുള്ള സസ്യജാലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയാം. ഈ നൈസർഗിക സസ്യജാലങ്ങൾ 5 തരത്തിലാണ് ഉള്ളത്. ഓക്കെ, 5 തരത്തിലുള്ള നൈസർഗിക സസ്യജാലങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1 ഉഷ്ണമേഖലാ മഴക്കാടുകൾ അഥവാ നിത്യഹരിത വനങ്ങൾ, 2 ഇലപൊഴിയും കാടുകൾ, 3 മുൾച്ചെടികളും കുറ്റിക്കാടുകളും, 4 കണ്ടൽ കാടുകൾ, 5 പർവ്വതവനങ്ങൾ. ഇങ്ങനെ 5 രീതിയിലാണ് എന്തുള്ളത്? നൈസർഗിക സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. പ്രധാനമായും 5 തരത്തിലുള്ള നൈസർഗിക സസ്യജാലങ്ങളാണ് കാണപ്പെടുന്നത്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ അഥവാ നിത്യഹരിത വനങ്ങൾ, അതുപോലെ ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, അതുപോലെ കണ്ടൽ കാടുകൾ, പർവ്വത വനങ്ങൾ. ഓക്കെ, അതിലെ ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് വെച്ചാൽ വാർഷിക വർഷപാതം കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വടക്കു കിഴക്കൻ ഹിമാലയങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന എന്താണ്? സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, വാർഷിക വർഷപാതം ഏറ്റവും കൂടുതൽ കിട്ടുന്ന പശ്ചിമഘട്ടം അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്കു കിഴക്കൻ ഹിമാലയം എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന എന്താണ്? നൈസർഗിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഇവിടെ വാർഷിക വർഷപാതം കൂടുതൽ കിട്ടുന്ന പ്രദേശം എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ കിട്ടുന്ന മഴയുടെ അളവെന്ന് പറയുന്നത് 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് എന്ത്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ. 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന നൈസർഗിക സസ്യജാലങ്ങളുടെ ഭാഗമാണ് എന്ത്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം എന്നറിയപ്പെടുന്ന അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും
വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ്. ഓക്കെ, ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യ ഇനങ്ങളാണ് റോസ് വുഡ്, അതുപോലെ തന്നെ മഹാഗണി, എബണി, ടൂൺ. ഏതൊക്കെയാണ്? റോസ് വുഡ്, മഹാഗണി, എബണി, ടൂൺ എന്നിങ്ങനെയുള്ള സസ്യജാലങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ്. അതുപോലെ തന്നെ ജന്തുജാലങ്ങൾ, ഇവിടെ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ജന്തുജാലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഇനം ഷഡ്പദങ്ങൾ, വിവിധ ഇനം പാമ്പുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉഷ്ണമേഖലാ മഴക്കാടുകളെ കുറിച്ചിട്ട് ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. എന്താണ്? വാർഷിക വർഷപാതം ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന പശ്ചിമഘട്ടം ആ ഭാഗങ്ങളിൽ, അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ ഹിമാലയം, ഓക്കെ, ആ ഭാഗങ്ങളിലൊക്കെ എന്താണ് കാണപ്പെടുന്നതാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്നു. ഓക്കെ, 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത്. അത് കാണപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട സസ്യ ഇനങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. റോസ് വുഡ്, മഹാഗണി, എബണി, ടൂൺ എന്നിങ്ങനെയുള്ള സസ്യ ഇനങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ്. അതുപോലെ ജന്തുജാലങ്ങൾ ഏതൊക്കെയായിരുന്നു? സിംഹവാലൻ കുരങ്ങുകൾ, വിവിധ ഇനം ഷഡ്പദങ്ങൾ, പലതരം പാമ്പുകൾ എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ്. ഇനി ഇലപൊഴിയും കാടുകൾ. ഇലപൊഴിയും കാടുകൾ എന്ന് പറയുമ്പോൾ കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നവയാണ് ഇലപൊഴിയും കാടുകൾ. അതായത് ഇവിടെ ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്നതാണ് എന്ത്? ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് എന്താണ്? ഇലപൊഴിയും കാടുകളാണ്. ഇവിടുത്തെ മഴയുടെ ലഭ്യത എന്ന് പറയുന്നത് 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശമാണ് എന്ത്? ഇലപൊഴിയും കാടുകൾ. ഓക്കെ, 70 മുതൽ 200 സെന്റിമീറ്റർ വരെയാണ് ഇവിടെ മഴ ലഭിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യ ഇനങ്ങളാണ് തേക്ക്, സാൽ, ചന്ദനം, മുള, സെമുൽ എന്നിവ. ഓക്കെ, നമുക്കറിയാം തേക്ക്, മുളയൊക്കെ നമുക്ക് ഇലപൊഴിയും കാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലപൊഴിയുന്ന കാര്യം ആലോചിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഏതൊക്കെയാണ്? തേക്ക്, സാൽ, ചന്ദനം, മുള, സെമുൽ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യ ഇനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണപ്പെടുന്ന ജന്തുജാലകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു കാട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് എടുത്ത് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? കടുവ, പുലി, മാന്, മുയൽ, ഇതൊക്കെയല്ലേ നമുക്ക് കാട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരിക. ആ മൃഗങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? മാൻ, മുയൽ, വേഴാമ്പൽ, മറ്റ് പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, കടുവ, പുലി ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ത്? ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇലപൊഴിയും കാടുകളുമായി ബന്ധപ്പെടുത്തി പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്? കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് എന്താണ്? ഇലപൊഴിയും കാടുകളാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. അതുപോലെ 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഇലപൊഴിയും കാടുകൾ. സസ്യ ഇനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തേക്ക്, സാൽ, ചന്ദനം, മുള, സെമുൽ എന്നിവയൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യ ഇനങ്ങൾ. ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? മാന്, മുയല്, വേഴാമ്പൽ, മറ്റു പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, കടുവ, പുലി എന്നിവയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഇലപൊഴിയും കാടുകളിലാണ്. നെക്സ്റ്റ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാജസ്ഥാൻ മരുഭൂമിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഉപദ്വീപിന്റെ മധ്യഭാഗത്തും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് എന്ത്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാൻ മരുഭൂമിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഉപദ്വീപിന്റെ മധ്യഭാഗത്തും, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞു? ഇലപൊഴിയും കാടുകളാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ മധ്യഭാഗത്തും രാജസ്ഥാൻ മരുഭൂമിയിലും കാണപ്പെടുന്നതാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഇവിടെ 60 സെന്റിമീറ്ററിൽ താഴെയാണ് എന്ത് ലഭിക്കുന്നത്?
മഴ ലഭിക്കുന്നത്. ഓക്കെ, 60 സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. നമുക്കറിയാം മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെ സസ്യ ഇനങ്ങളാണ്, ജന്തുജാലങ്ങളാണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലെ. മരുഭൂമിയിലെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഈന്തപ്പന, ബന്ദൂരി, അക്കേഷ്യ, ഖയർ, ബാബുൽ, കിക്കാർ, പരുക്കൻ പുല്ലുകൾ എന്നിവയൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത്. ഓക്കെ, മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ആലോചിക്കാം. ഈന്തപ്പന, ബന്ദൂരി, അക്കേഷ്യ, ഖയർ, ബാബുൽ, കിക്കാർ, പരുക്കൻ പുല്ലുകൾ എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന് പറയുന്ന ഭാഗത്താണ്. ഓക്കെ ആണല്ലോ. ദെൻ ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? ഒട്ടകം അല്ലെ, മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരകങ്ങൾ അല്ലെ, മരുഭൂമിയിലൂടെ ഇഴഞ്ഞു പോകാൻ പാകത്തിലുള്ള ഉരകങ്ങളൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന് പറയുമ്പോൾ അവിടെ കാണപ്പെടുന്നു. ഓക്കെ, രാജസ്ഥാൻ മരുഭൂമിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഉപദ്വീപിന്റെ മധ്യഭാഗത്തുമാണ് എന്ത് കാണപ്പെടുന്നത്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 60 സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. പിന്നെന്താണ് പറഞ്ഞത്? സസ്യ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഈന്തപ്പന, ബന്ദൂരി, അക്കേഷ്യ, ഖയർ, ബാബുൽ, കിക്കാർ, പരുക്കൻ പുല്ലുകൾ എന്നിവ കാണപ്പെടുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരകങ്ങൾ എന്നിവ കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന് പറയുന്ന സസ്യജാലങ്ങളിലാണ് വരുന്നത്. അടുത്തത് കണ്ടൽക്കാടുകൾ. കടലും പുഴയും കൂടെ ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സസ്യങ്ങളാണ് എന്ത്? കണ്ടലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടൽ എന്ന് വെച്ചാൽ കടലും പുഴയും കൂടെ ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടൽ എന്ന് പറയുന്നത്. ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ രൂപപ്പെടുന്ന വനങ്ങളാണ് എന്ത്? കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ രൂപപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽ വനങ്ങൾ. അതുപോലെ ഉപ്പ് രസമുള്ള മണ്ണിനം, ഓക്കെ, ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന സസ്യങ്ങളാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. അതുപോലെ നദീമുഖങ്ങളിലും സമുദ്ര തീരങ്ങളിലുമൊക്കെ കരയിടിച്ചൽ തടയാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഈ കണ്ടൽ കാടുകൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ കണ്ടൽ എന്ന് പറയുന്നത് എന്താണ്? കടലും പുഴയും കൂടെ ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടൽ എന്ന് പറഞ്ഞു. ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്നവയാണ് കണ്ടൽ വനങ്ങൾ. അതുപോലെ ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന സസ്യ ഇനങ്ങളാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. അവ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നദീമുഖങ്ങളിലും സമുദ്ര തീരങ്ങളിലും കരയിടിച്ചൽ തടയുന്നതിന് സഹായിക്കുന്നത് ആരാണ്? കണ്ടൽ കാടുകളാണ്. അതുപോലെ കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇവിടെ ലഭിക്കുന്ന മഴയുടെ ലഭ്യത എന്ന് പറയുന്നത് 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് എന്ത്? കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, 200 സെന്റിമീറ്ററിന് മുകളിലാണ് ഇവിടെ മഴ ലഭ്യമാകുന്നത്. അതുപോലെ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യ ഇനങ്ങളാണ് സുന്ദരി, അഗർ, ബെൻജി എന്നിവ. പേരോർത്തിരിക്കുക, സുന്ദരി, അഗർ, ബെൻജി എന്നിങ്ങനെയുള്ള സസ്യ ഇനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ ജന്തുജാലങ്ങൾ ബംഗാൾ കടുവ, മുതല, നിരവധി മത്സ്യ ഇനങ്ങൾ എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ടൽ കാടുകളിലാണ്. അപ്പൊ ബംഗാൾ കടുവ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ബംഗാൾ കടുവ കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ടൽ കാടുകളിലാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ ആകെ വിസ്തൃതി, ഇന്ത്യയിലെ കണ്ടൽ കാടുകളുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 4975 ആണ്. ഓക്കെ, 4975 സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ത്? ഇന്ത്യയിലെ കണ്ടൽ കാടുകളുടെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കുറവ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളും ഏറ്റവും കുറവ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ ആണല്ലോ. ദെൻ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ മാറി ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കുറവ് കാണപ്പെടുന്നത് കേരളത്തിലാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ഇനി കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേന്ദ്ര ഭരണ പ്രദേശം ചോദിച്ചാൽ അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന കേന്ദ്ര ഭരണ പ്രദേശം. ഇനി ഏറ്റവും കുറവ് കാണപ്പെടുന്ന കേന്ദ്ര ഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഏതാണ്?
അത് പുതുച്ചേരിയാണ്. ഓക്കെ, ഏറ്റവും കുറവ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. ഇനി കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, ലോകത്തിൽ തന്നെ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൻകര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏഷ്യ വൻകരയാണ്. ഓക്കെ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന വൻകര ഏഷ്യയാണ്. ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന കേന്ദ്ര ഭരണ പ്രദേശം ചോദിച്ചാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. ഏറ്റവും കുറവ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന കേന്ദ്ര ഭരണ പ്രദേശം പുതുച്ചേരിയാണ്, പുതുച്ചേരി. അതുപോലെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള വൻകര ഏഷ്യയാണ്. ഓക്കെ ആണല്ലോ. കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞു കടലും പുഴയും കൂടെ ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സസ്യങ്ങളാണ്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്നു. അതുപോലെ സമുദ്രത്തിന്റെ തീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിൽ തടയാൻ സഹായിക്കുന്നത് കണ്ടൽ കാടുകളാണ്. അവിടെ കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയാണ്. അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഓക്കെ, അപ്പൊ ബാക്കി സസ്യയിനങ്ങൾ, ജന്തു ഇനങ്ങൾ, ആകെ വിസ്തൃതി എത്രയാണ്? 4975 സ്ക്വയർ കിലോമീറ്റർ ആണ്. അടുത്തത് പർവ്വതവനങ്ങൾ. പർവ്വതവനങ്ങൾ എന്ന് പറയുന്നത് ഉയരം കൂടുതലുള്ള പ്രദേശങ്ങളിൽ വളരുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതുപോലെ തന്നെ അതിശൈത്യമുള്ള പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന പായൽ വർഗ സസ്യങ്ങളും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പർവ്വതവനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉയരം കൂടിയ പ്രദേശങ്ങളിലെ സ്തൂപികാഗ്ര വനങ്ങളും അതുപോലെ തന്നെ അതിശൈത്യമുള്ള പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പായൽ വർഗ സസ്യങ്ങളും കൂടെ ചേരുന്നതാണ് എന്ത്? പർവ്വതവനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ 60 സെന്റിമീറ്ററിന് താഴെ മഴ ലഭിക്കുന്ന പ്രദേശമാണ് പർവ്വതവനങ്ങൾ. ഓക്കെ, 60 സെന്റിമീറ്ററിന് താഴെയാണ് ഇവിടെ മഴ ലഭ്യമാകുന്നത്. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യയിനങ്ങളാണ് ഓക്ക്, ചെസ്നട്ട്, സിൽവർ ഫിർ, പൈൻ, ജൂനിപ്പർ, ബിർച്ച്, ദേവദാരു എന്നീ സസ്യങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് പർവ്വതവനങ്ങളിൽ വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഓക്ക്, ചെസ്നട്ട്, സിൽവർ ഫിർ, പൈൻ, ജൂനിപ്പർ, ബിർച്ച്, ദേവദാരു എന്നിങ്ങനെയുള്ള സസ്യയിനങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പർവ്വതവനങ്ങളിലാണ്. ദെൻ ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? കസ്തൂരിമാൻ, ഹിമപ്പുലി, വരയാട്. അല്ലെ, കസ്തൂരിമാൻ, ഹിമപ്പുലി, വരയാട് എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? പർവ്വതവനങ്ങളിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന പായൽ വർഗ സസ്യങ്ങളും കൂടെ ചേരുന്നതാണ് പർവ്വതവനങ്ങൾ. 60 സെന്റിമീറ്ററിൽ താഴെയാണ് ഇവിടെ മഴ ലഭ്യമാകുന്നത്. അവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യയിനങ്ങളാണ് ഓക്ക്, ചെസ്നട്ട്, സിൽവർ ഫിർ, പൈൻ, ജൂനിപ്പർ, ബിർച്ച്, ദേവദാരു എന്നിവ. ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? കസ്തൂരിമാൻ, ഹിമപ്പുലി, വരയാട്. ഇപ്പൊ നമ്മൾ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. 5 തരത്തിൽ പഠിച്ചു അല്ലെ. 5 പ്രധാനപ്പെട്ട 5 ഇനങ്ങളാണുള്ളത്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ പഠിച്ചു, അതുപോലെ തന്നെ ഇലപൊഴിയും കാടുകൾ പഠിച്ചു, മുൾച്ചെടികളും കുറ്റിക്കാടുകളും പഠിച്ചു, കണ്ടൽ കാടുകൾ പഠിച്ചു, അതുപോലെ തന്നെ പർവ്വത വനങ്ങൾ പഠിച്ചു. ഓക്കെ ആണല്ലോ.